ചിത്രകലയിൽ വേറിട്ട മാർഗം സ്വീകരിച്ച് വിജയം വരിച്ചിരിക്കുകയാണ് മാവൂരിലെ ഒരു ചിത്രകാരൻ. കായലം സ്വദേശിയായ ഷിബുരാജാണ് ചിത്രകലയിൽ വിസ്മയം തീർക്കുന്നത്. പ്രകൃതിയിൽ നിന്നും തയ്യാറാക്കുന്ന ഛായങ്ങൾ ഉപയോഗിച്ചാണ് ഷിബുരാജിന്റെ ചിത്രരചന. നിറങ്ങളോടായിരുന്നു എന്നും പ്രിയം. കാഴ്ചയുടെ ലോകത്തെ വർണ്ണങ്ങളെ ചിത്രങ്ങളാക്കി ജീവസുറ്റതാക്കി മാറ്റി. കാലത്തിൻ്റെ ഗതിവേഗത്തിൽ ഷിബുരാജിൻ്റെ ചിത്രങ്ങളിലും മാറ്റങ്ങൾ പ്രതിഫലിച്ചു. ഇന്ന് ജൈവ ചിത്രകാരനാണ് മാവൂർ കായലം സ്വദേശിയായ ഷിബുരാജ്. പ്രകൃതിയിൽ നിന്നാണ് നിറങ്ങളുണ്ടാക്കുന്നത്. ഇലകളും പൂക്കളും കായകളും കിഴങ്ങുകളും മരത്തൊലിയുമൊക്കെ നിറങ്ങളായി മാറും. മുറിവൂട്ടി, പതിമുഖം, ആര്യവേപ്പ്, തുളസി, തെച്ചി, തേയില, മൈലാഞ്ചി, പതിമുഖം, മഞ്ഞൾ, ചെമ്പരത്തി, ചെണ്ടുമല്ലി, ചീര തുടങ്ങിയവയിൽ നിന്നെല്ലാം നിറങ്ങൾ നിർമ്മിക്കും. ഇവയോരോന്നും ഇടിച്ചു പിഴിഞ്ഞാണ് നിറങ്ങളുണ്ടാക്കുന്നത്. പതിനഞ്ച് വർഷത്തോളമായി ജൈവ ചിത്രകലയിലേക്ക് മാറിയിട്ട്. പ്രകൃതിയാണ് എന്നും ഈ കലാകാരൻ്റെ ഭാവനയിൽ വിരിയുന്നത്. അതാണ് ചിത്രങ്ങൾ വരയ്ക്കാൻ വർണ്ണങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെ ശേഖരിക്കാൻ കാരണം. ഞാൻ എല്ലാ ചിത്രങ്ങളും വരയ്ക്കാറുണ്ടായിരുന്നു. കൂടുതലായിട്ടും ഞാൻ ഈ പ്രകൃതി ദൃശ്യങ്ങളാണ് എല്ലാ കളറും ഉപയോഗിച്ച് വരയ്ക്കാറ്. അപ്പം പ്രകൃതിനെ വരയ്ക്കുന്ന സമയത്ത് പ്രകൃതിയിൽ നിന്ന് തന്നെ വർണ്ണങ്ങൾ ഉണ്ടാക്കി പ്രകൃതിയെ വരയ്ക്കുക എന്നൊരു തോന്നലുണ്ടാവുകയും അങ്ങനെ കുറച്ച് വർഷങ്ങളായി എല്ലാ ഇലകളും പൂക്കളും അതേപോലെ മരത്തടികൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുകയും അത് ഒരുപാട് ഗാലറികളിലൊക്കെ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. 2019 യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ നാഷണൽ റെക്കോർഡ് വിന്നറാണ് ഈ ചിത്രകാരൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലച്ചായ ചിത്രങ്ങൾ വരച്ചതിന്. വരയ്ക്കുന്ന ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് വിൽപ്പനയുമുണ്ട്. വിവിധയിടങ്ങളിൽ നിരവധി ചിത്രപ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട് മാവൂരിലെ ജ്വല്ലറി ജീവനക്കാരനായ ഷിബുരാജ്. ഭാവിയിൽ കൂടുതൽ പേരെ പ്രകൃതി ചിത്രകലയിലേക്ക് എത്തിക്കണമെന്നതാണ് ഈ ചിത്രകാരൻ്റെ ആഗ്രഹം. മാത്രവുമല്ല, നമ്മളൊക്കെ തന്നെ പ്രകൃതിയെ മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അപ്പോൾ ഈ ചിത്രകല അഭ്യസിക്കുന്ന കുട്ടികളടക്കം ഒരു ചിത്രമെങ്കിലും ഈ പ്രകൃതിയിൽ നിന്ന് വർണ്ണങ്ങളുണ്ടാക്കി വരച്ചുകൊണ്ട് പ്രകൃതിയുമായി അടുക്കുക എന്നൊരു ലക്ഷ്യം കൂടെ ഞാൻ ഈ രചനയിൽ നിന്ന് കാണുന്നുണ്ട്. CTV പ്രാദേശിക വാർത്തകൾക്ക് വേണ്ടി രജിത് മാവൂർ.